രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യം മാറി മോദി ഭരണം അവസാനിക്കുമെന്നൊരു സൂചന വന്നപ്പോൾ തന്നെ ഉറ്റ ചങ്ങാതി ഗൗതം അദാനിക്ക് പണി കിട്ടി തുടങ്ങി. അദാനിക്ക് വൻ തിരിച്ചടിയായി ഗ്രൂപ്പിന്റെ 6 കമ്പനികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് സെബി അഥവാ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ലിസ്റ്റിംഗ് നിയമങ്ങൾ പാലിക്കാത്തതും ഓഡിറ്റർ സർട്ടിഫിക്കറ്റുകളുടെ സാധുതയിലുള്ള സംശയങ്ങളും കാരണമാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഒരു നിയമങ്ങളും അദാനിയുടെ മുറ്റത്ത് കാലുകുത്തില്ല എന്നുള്ള സ്ഥിതി മാറി കാര്യങ്ങൾ ഇവിടം വരെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. അതായത് മാർച്ച് 31 അവസാനിച്ച പാദത്തിൽ 2 കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചതായി ആദ്യം അദാനി എന്റർപ്രൈസസ് ആണ് അറിയിച്ചത്. പിന്നീട് സെബിയിൽ നിന്ന് കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചതായി അദാനി സ്പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ, മറ്റൊന്ന് അദാനി പവർ, അദാനി എനർജി സൊല്യൂഷൻ, അദാനി വിൽമർ, അദാനി ടോട്ടൽ ഗ്യാസ് എന്നിവരും അറിയിച്ചു കഴിഞ്ഞു. നമ്മൾ ഇതിനു മുൻപ് കണ്ട ചില സത്യങ്ങളുണ്ട്. അതായത് 2023 ജനുവരി 24 അദാനി ഗ്രൂപ്പിനെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ മുതൽ ഓഹരി കൃത്രിമം വരെയുള്ള ആരോപണങ്ങൾ US ഷോർട്ട് സെല്ലിംഗ് സ്ഥാപനമായ ഹിൻഡർബർഗ് റിസർച്ച് ഉന്നയിച്ചിരുന്നു. കേസ് അന്വേഷിക്കാൻ സുപ്രീം കോടതി 6 അംഗ സമിതിക്ക് അന്ന് രൂപം നൽകുകയും ചെയ്തു. ഇതിനു പുറമെ സെബിയോടും അന്വേഷണം നടത്തുന്നതിന് കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇത് പ്രകാരമാണ് സെബി ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. അതായത് ഇതുവരെ നീക്കങ്ങൾ നടത്താതിരുന്ന സെബിയും അദാനിക്കെതിരെ പണി തുടങ്ങി എന്നാണ് വ്യക്തമാകുന്നത്. പണി പാളിയെന്നുറപ്പാണെങ്കിലും പക്ഷെ പണ്ട് പറഞ്ഞതുപോലെ തന്നെ കിടന്നുരുളാൻ തുടങ്ങിയിരിക്കുന്നു അദാനി ഗ്രൂപ്പ്. തങ്ങൾക്ക് ലഭിച്ച നിയമോപദേശം അനുസരിച്ച് സെബിയുടെ നോട്ടീസ് തങ്ങളെ ബാധിക്കാൻ സാധ്യതയില്ല എന്നാണ് അദാനി ഗ്രൂപ്പ് കമ്പനികൾ പറയുന്നത്. എന്നിരുന്നാലും അദാനി വിൽമറും അദാനി ടോട്ടൽ ഗ്യാസും ഒഴികെയുള്ള എല്ലാ കമ്പനികളുടെയും ഓഡിറ്റർമാരും അദാനിയുടെ സാമ്പത്തിക പ്രസ്താവനകളിലെ ചില മേഖലകളിൽ അനിശ്ചിതത്വം ഉണ്ടെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ഇത് പ്രകാരം സെബിയുടെ അന്വേഷണ ഫലം ഭാവിയിൽ ഈ കമ്പനികളുടെ സാമ്പത്തിക പ്രസ്താവനകളെ ബാധിച്ചേക്കും എന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. ഏതായാലും രാജ്യത്തിന്റെ കമ്പനികൾ തകർന്നു പോകണമെന്ന അഭിപ്രായത്തോടെയല്ല നമ്മൾ ഈ വാർത്ത കൊടുക്കുന്നതെങ്കിലും മോദിയുടെ പിൻബലത്തിൽ അദാനിയും അദാനിയുടെ പിൻബലത്തിൽ മോദിയും ഈ രാജ്യത്ത് കാട്ടിക്കുട്ടിയ പേക്കൂത്തുകൾ ഒരു സാധാരണക്കാരനും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ മോദി ഉണ്ടെങ്കിലേ അദാനിയുള്ളൂ എന്ന സന്ദേശം പുറത്തു വരികയാണ് ഇവിടെ. അദാനിക്ക് കിട്ടിയ നോട്ടീസ് എന്നത് നരേന്ദ്രമോദി ഭരണത്തിന് സംഭവിക്കാൻ പോകുന്ന തിരിച്ചടിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്.